കുടുംബബന്ധം തകർക്കുന്ന ഇത്തരക്കാരെ കരുതിയിരിക്കുക. സ്കൂൾ കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ജോലിയിടങ്ങളിലും മറ്റുമാണ് ഈ അപകടങ്ങൾ പതിയിരിക്കുന്നത്. കുടുംബിനികളിലേക്ക് കടന്നു ചെല്ലാൻ ഇത്തരക്കാർ പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ. സ്റ്റെപ്പ് 1. ശ്രദ്ധ നേടലും വിശ്വസ്തത സ്ഥാപിക്കലും. ഇത്തരം ആളുകൾ ആദ്യം ചെയ്യുന്നത് സ്ത്രീയുടെ ദൈനംദിന ജീവിതത്തിലേക്കോ സാമൂഹിക ഇടപെടലുകളിലേക്കോ ഒരു സുഹൃത്തെന്ന നിലയിൽ കടന്നുവരിക എന്നതാണ്. നിരുപദ്രവകരമായ സംസാരങ്ങളിലൂടെ തുടങ്ങുകയും പതിയെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ താനൊരു നല്ല കേൾവിക്കാരനാണെന്നും വിശ്വസ്തനാണെന്നും സ്ത്രീയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. സ്ത്രീയുടെ സ്വകാര്യമായ സന്തോഷങ്ങളെക്കുറിച്ചും ചെറിയ വിഷമങ്ങളെക്കുറിച്ചും സംസാരിക്കാനുള്ള സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്നതിൽ ഇവർ വിജയിക്കും. ഇനി വാട്സാപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ ഇരകളിടുന്ന മെസ്സേജുകൾക്ക് ലൈക്കടിച്ച് തന്നിലേക്ക് ശ്രദ്ധ ആകർഷിപ്പിക്കാൻ ശ്രമിക്കും. സ്റ്റെപ്പ് 2. ദാമ്പത്യബന്ധത്തിലെ വിടവുകൾ കണ്ടെത്തൽ. സൗഹൃദം ശക്തമാകുന്നതോടെ സംസാരം പതിയെ കുടുംബം, ദാമ്പത്യം, പങ്കാളിയുമായുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് വഴിതിരിച്ചുവിടും. സ്ത്രീയുടെ ഭർത്താവിനെക്കുറിച്ച് വെറുതെ ചോദിച്ചറിയാൻ ശ്രമിക്കും. അങ്ങനെ പോവുന്നു, വലിയ കുഴപ്പമില്ല തുടങ്ങിയ തണുപ്പൻ പ്രതികരണങ്ങളാണ് സ്ത്രീ നൽകുന്നതെങ്കിൽ അവരുടെ ദാമ്പത്യത്തിൽ വൈകാരികമായോ മറ്റോ എന്തെങ്കിലും വിടവുകളോ അതൃപ്തികളോ ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കും. ഈ വിടവാണ് തന്റെ ലക്ഷ്യം നേടാനുള്ള ആദ്യ പഴുതെന്ന് ഇവർ ഉറപ്പിക്കും. സ്റ്റെപ്പ് 3. ഭർത്താവിനോടുള്ള വൈകാരിക ബന്ധം തകർക്കൽ. ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പോലും ഒരു നല്ല സുഹൃത്തിനെപ്പോലെ എന്ന മട്ടിൽ സ്ത്രീയെ പൂർണ്ണമായി ന്യായീകരിച്ച് സംസാരിക്കും. ഈ അവസരം ഉപയോഗിച്ച് സ്ത്രീയുടെ ഭർത്താവിന്റെ കുറവുകളെക്കുറിച്ചും ദേഷ്യങ്ങളെക്കുറിച്ചും ശ്രദ്ധക്കുറവിനെക്കുറിച്ചും നെഗറ്റീവായ കാര്യങ്ങൾ നിരന്തരം സംസാരിക്കും. ഭർത്താവ് സ്ത്രീയെ വേണ്ടത്ര മനസ്സിലാക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല തുടങ്ങിയ ചിന്തകൾ അവരുടെ മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കും. ഇതുവഴി സ്ത്രീക്ക് തന്റെ ഭർത്താവിനോടുള്ള വൈകാരികമായ അടുപ്പം, ബഹുമാനം, സ്നേഹം എന്നിവ ക്രമേണ ഇല്ലാതാക്കാൻ ശ്രമിക്കും. സ്റ്റെപ്പ് 4. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കലും ശ്രദ്ധ നൽകലും. വൈകാരിക ബന്ധം തകർന്നതായി മനസ്സിലാക്കിയാൽ ഇവർ അടുത്ത തന്ത്രം പ്രയോഗിക്കും. നിങ്ങൾ ഇതിലും നല്ലൊരു ജീവിതം അർഹിക്കുന്നുണ്ട്, അവൻ നിങ്ങളെ അർഹിക്കുന്നില്ല, നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ ഉപേക്ഷിക്കാനോ അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിൽക്കാനോ പ്രേരിപ്പിക്കും. അതോടൊപ്പം സ്ത്രീയുടെ സൗന്ദര്യത്തെയും വ്യക്തിത്വത്തെയും അതിരുകടന്ന് പുകഴ്ത്തിക്കൊണ്ട് താനാണ് അവരെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നതും വിലമതിക്കുന്നതുമെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കും. ഇത് സ്നേഹവും ശ്രദ്ധയും തേടുന്ന സ്ത്രീയുടെ മനസ്സിനെ എളുപ്പത്തിൽ സ്വാധീനിക്കും. സ്റ്റെപ്പ് 5. കുറ്റബോധമില്ലാത്ത മനസ്സ് രൂപപ്പെടുത്തൽ. അവസാനമായി സ്ത്രീയുടെ മനസ്സിനെ പൂർണ്ണമായും സ്വാധീനിച്ച് അവരെ ഒരു സെൽഫിഷ്, സ്വയം മാത്രം ചിന്തിക്കുന്ന മനോഭാവത്തിലേക്ക് മാറ്റിയെടുക്കും. സ്വന്തം സന്തോഷമാണ് വലുതെന്നും മറ്റാരെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ചിന്തിക്കേണ്ടതില്ലെന്നും പറഞ്ഞു പഠിപ്പിക്കും. ഭർത്താവിനെ ചതിച്ച് അവിഹിത ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും താൻ ചെയ്യുന്നത് തെറ്റല്ലെന്നും തന്റെ സന്തോഷത്തിനുവേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നതെന്നുമുള്ള ഒരു ചിന്ത സ്ത്രീയിലുണ്ടാക്കിയെടുക്കും. ഇതുവഴി കുറ്റബോധമില്ലാതെ ബന്ധങ്ങളിൽ നിന്ന് അകന്ന് അവിഹിതത്തിലേക്ക് പോകാൻ സ്ത്രീയെ പ്രേരിപ്പിക്കുന്നു. മുന്നറിയിപ്പ്: ഇത്തരം ചതിക്കുഴികളിൽ വീഴാതെ കുടുംബബന്ധങ്ങൾക്ക് വില നൽകി മുന്നോട്ടു പോകുക. കാരണം നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. തയ്യാറാക്കിയത് ജലാൽ ബേവിഞ്ച, ബ്രിഡ്ജ് മീഡിയ.